പ്രൈസ് ദ ലോർഡ്. വളരെ മഹാനായ ഒരു രാജാവ് തൻ്റെ ഭരണത്തിൽ ജനങ്ങൾ തൃപ്തരാണോ എന്നറിവാൻ തനിക്ക് അതിയായ ആഗ്രഹമുണ്ടായി. രാജാവ് മന്ത്രിമാരോടൊക്കെ ചോദിച്ചു, ജനങ്ങൾ തൻ്റെ ഭരണത്തിൽ തൃപ്തരാണോ എന്ന്. അതിനൊരു മന്ത്രി പറഞ്ഞു, അങ്ങ് ഉദാര മനസ്കനും ജ്ഞാനത്തോടെ രാജ്യം ഭരിക്കുന്ന ആളുമാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞ് രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നാൽ വേറൊരു മന്ത്രി പറഞ്ഞു, അങ്ങ് വളരെ നല്ല രീതിയിൽ കൃത്യനിർവഹണം ചെയ്യുന്നവനും ദാനശീലനുമെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഉയർത്തി പറഞ്ഞു. ഇതുപോലെ ഓരോ മന്ത്രിമാരും ഓരോന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതൊക്കെ കേട്ട രാജാവിന് സന്തോഷം തോന്നിയെങ്കിലും തന്റെ മനസ്സിൽ ഇതൊക്കെ ജനങ്ങളിൽ നിന്ന് നേരിട്ട് കേൾക്കണമെന്ന് തോന്നി. അതിനായി രാജാവ് ഒരു ദിവസം വേഷം മാറി ഒരു യാചകന്റെ വേഷത്തിൽ തന്റെ രാജ്യത്തിലെ ചെറിയൊരു ഗ്രാമത്തിൽ പോയി. അവിടെ ഒരു കുടിലിൽ ഒരു വൃദ്ധ താമസിക്കുന്നത് കണ്ടു. അവരുടെ അടുക്കൽ ചെന്ന്, നല്ല വിശപ്പ്, എന്തെങ്കിലും ഭക്ഷണം തരാമോ എന്ന് ചോദിച്ചു. അതിന് വൃദ്ധ താൻ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്നും ഈ രാജ്യത്തിലെ രാജാവാണെങ്കിൽ ആഡംബരമായി സുഖലോലുപനായി ജീവിക്കുന്നുവെന്നും തന്റെ ജനങ്ങൾ പട്ടിണി കിടക്കുന്നു എന്നുമൊക്കെ പരാതി പറഞ്ഞു. ഇത് കേട്ട യാചകവേഷം ധരിച്ച രാജാവ് ദുഃഖത്തോടെ വൃദ്ധയെ ആശ്വസിപ്പിച്ചിട്ട് അവിടെ നിന്നും പോയി. കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഒരാൾക്കൂട്ടം. അവിടെ ഉന്തും തള്ളുമായ ആൾക്കാർ ഒരു പൈപ്പിന്റെ ചുവട്ടിൽ വെള്ളത്തിനായി വഴക്കുകൂടുന്നു. യാചക വേഷത്തിലായിരുന്ന രാജാവ് അവിടെ കൂടി നിന്നവരിൽ ഒരാളോട് ചോദിച്ചു, എന്തിനാ ഇവിടെ വഴക്ക്? അതിന് ആ മനുഷ്യൻ പറഞ്ഞു, ഇവിടെ ഇത്രയും ആൾക്കാർക്ക് ഒരു പൈപ്പാണുള്ളത്. കുടിവെള്ളം എല്ലാ ദിവസവും കിട്ടാറില്ല, അതിനാണ് വഴക്ക് കൂടുന്നത്. ഇവിടെ രാജ്യം ഭരിക്കുന്ന രാജാവിന് ജനങ്ങളുടെ ഈ ദുരിതം വല്ലതും അറിയണോ? ഇത് കേട്ട് അദ്ദേഹം വളരെ വിഷമത്തോടെ തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. തന്നെ തെറ്റിദ്ധരിപ്പിച്ച എല്ലാ മന്ത്രിമാരെയും കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെയും ഒക്കെ പിരിച്ചുവിടുകയും ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ജനങ്ങൾക്ക് രാജകൊട്ടാരത്തിൽ നേരിട്ട് വന്ന് അവരുടെ പരാതികൾ ബോധിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ രാജാവ് തന്റെ കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിച്ചതിലൂടെ ജനസമ്മതനായി മാറി. വിശുദ്ധ ബൈബിളിൽ തീത്തോസ് 2:7 വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക എന്നെഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുവേ, പലപ്പോഴും ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നും വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകുന്ന അവരെ തിരിച്ചറിഞ്ഞ് അവരെ മാറ്റി നിർത്തി ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തി ദൈവഹിതപ്രകാരം ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള കൃപ തരണേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? തീർച്ചയായും യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് നേർവഴിക്ക് നടത്തുക തന്നെ ചെയ്യും. സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലസ് യു.